അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ സൈക്കിളിൻ്റെ റിവ്യൂ ആണ്. ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ടൊരു 3-4 കൊല്ലമായിട്ടുണ്ട്. സൈക്കിള് പുതിയ ഹെർക്കുലീസിൻ്റെ ഡൂറ ടഫ് സ്റ്റീൽ ഹെർക്കുലീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇത് 2022 മോഡലാണ് സൈക്കിള്. ഇതിൻ്റെ ഇപ്പോൾ വെയിറ്റ് കുറവാണ്, പഴയ സൈക്കിളിൻ്റെ അത്ര വെയിറ്റ് ഇല്ല. പിന്നെ കണ്ടോ, തുരുമ്പ് ഒരു മെയിൻ ഇഷ്യൂ ഉണ്ടോ, ഫുൾ തുരുമ്പാണ്. പിന്നെ ടയറൊക്കെ നമ്മുടെ പഴയ ടയറൊക്കെ തന്നെ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാ സിസ്റ്റം അതേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ അങ്ങോട്ട് കടന്ന് ഇറങ്ങിക്കോളും. എനിക്ക് മെയിൻ്റനൻസ് ഒന്നും കുറവുണ്ടോ, മെയിൻ്റനൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ആയിക്ക് ഒരു 45 രൂപ ചിലവൊക്കെ എനിക്ക് വന്നിട്ടുള്ളൂ. അതൊരു പ്രാവശ്യം പഞ്ചറായതും പിന്നെ അത് ഈ സാധനമുണ്ട്, ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ലൂസായി പോകും. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് ലൂസായി പോകും. ഇതിനെന്തോ ഒരു പേര് പറയും, മറന്നുപോയി, സോറി, നോക്കിയിട്ട് ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ ചെയിൻ കവറുണ്ട്, അതുകൊണ്ട് ചെയിനൊന്നും വലിയ പ്രശ്നമൊന്നും വരില്ല. അത്യാവശ്യം ചെയിനൊക്കെ നിൽക്കുന്നുണ്ട്, വല്ലപ്പോഴൊക്കെ ടൈറ്റ് ചെയ്യേണ്ടി വരാറുള്ളൂ. പിന്നെ ഈ സൈക്കിൾ പണിയാൻ പറ്റിയത് നമ്മുടെ പഴയ ആൾക്കാരാണ് കേട്ടോ. ഒരു സൂപ്പറായിട്ട് ഇത് അങ്ങോട്ട് പണിത് തരും. നമ്മുടെ ഇവിടെ കരിയാടിലൊരു ചേട്ടനുണ്ട്, അപ്പോൾ പുള്ളി ഈ മാതിരി സൈക്കിളൊക്കെ ആണെങ്കിൽ പുള്ളി പക്കയാണ്. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയാതെ പുള്ളി തന്നെ എല്ലാം ചെയ്ത് ശരിയാക്കി തരും. പിന്നെ ഇതിൻ്റെ ഏറ്റവും മോശം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റ് തുരുമ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അല്ല, ഫുള്ള് ദ്രവിച്ച് തുടങ്ങി, ക്ലാമ്പൊക്കെ പോയി. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അടിയിലുണ്ട് തുരുമ്പ് കയറിയിട്ട്, അങ്ങനത്തെ ഒരു പ്രശ്നം. ഇത് തുരുമ്പ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണ് ഇത്. പിന്നെ ഇവർ മാറ്റം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഈ സൈക്കിളിൽ പ്രത്യേകിച്ച് മാറ്റം എന്ന് പറയാനായിട്ട് ഈ കാണുന്ന റിഫ്ലക്ടറിലാണ് ഇവർ മാറ്റം കൊണ്ടുവന്നത്. ആദ്യത്തെ റിഫ്ലക്ടർ ഇങ്ങനെ പരന്നായിരുന്നു ഇരുന്നായിരുന്നു. ഇതിപ്പോൾ ഇവർ ഈ ഒരു ചെറിയൊരു കർവൊക്കെ കൊടുത്ത് സ്ട്രെയിറ്റ് ആക്കി, ഒരു ഡിസൈനിലൊരു ചെറിയ മാറ്റം. കളറൊക്കെ പഴയ കളറൊക്കെ തന്നെ, പക്ഷെ തുരുമ്പിനും ഒരു കുറവില്ല കേട്ടോ. പിന്നെ ഓടിക്കാനാണെങ്കിൽ സൂപ്പറാണ്. ഓക്കെ, നല്ല സ്മൂത്താണ്. എപ്പോഴും പുറകിലത്തെ ടയർ നല്ല കാറ്റുണ്ടെങ്കിൽ പക്കയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.